അപ്പോൾ നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് റേഞ്ച് ഇൻ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നിങ്ങൾ ഹെഡിങ് എഴുതുക റേഞ്ച് ഇൻ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ എഴുതിയിട്ടുണ്ടാവും നിങ്ങൾ. ഇനി ക്വസ്റ്റ്യൻ എഴുതുക. ഫൈൻഡ് റേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ എഴുതാം കേട്ടോ. വീഡിയോ പോസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ എഴുതുക. ഓക്കെ, ഇനി റേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടി റേഞ്ച് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഞാൻ പറഞ്ഞു എന്താണ്, എച്ച് മൈനസ് എൽ അല്ലേ, ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. അപ്പോൾ നമ്മൾ നോക്കി ക്ലാസ് ഇൻ്റർവൽ എന്താ അതിന് മീൻ ചെയ്യുന്നത്, 20 മുതൽ 30 വരെയുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട്, എത്ര ആൾക്കാരുണ്ട്, 8 ആൾക്കാർ. ഞാൻ പറഞ്ഞു ഫ്രീക്വൻസിയിൽ ഏറ്റവും വലിയ നമ്പർ അല്ല നമ്മൾ നോക്കേണ്ടത്, ഇപ്പുറത്തെയാണെന്നുള്ളത് അല്ലേ. ഈ ക്ലാസ്സിൽ ഏറ്റവും വലിയ നമ്പർ ഏതാ, 70 ആണ് അല്ലേ. ഏറ്റവും ചെറിയ നമ്പർ ഏതാ, 20. അതുതന്നെയാണ് ഇതിൻ്റെ ഹയസ്റ്റ് വാല്യൂ പറഞ്ഞാൽ 70, ലോവസ്റ്റ് വാല്യൂ 20. അപ്പോൾ ഹയസ്റ്റ് വാല്യൂ 70, ലോവസ്റ്റ് വാല്യൂ 20. 70 മൈനസ് 20 എത്ര കിട്ടും, 50 കിട്ടും. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, എച്ച് മൈനസ് എൽ ബൈ എച്ച് പ്ലസ് എൽ. എച്ച് എന്താണ് 70 ആണ്, എൽ എന്താണ് 20 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 50/90 കിട്ടും. അപ്പോൾ ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ ആൻസർ 50/90 ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഇതാണ്, കണ്ടില്ലേ, 0.555 കിട്ടും. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഈ ആൻസർ എഴുതാം കേട്ടോ. ഇനി നമുക്ക് റേഞ്ചിൻ്റെ മെറിറ്റും ഡിമെറിറ്റും പഠിക്കാം. ഫസ്റ്റ് മെറിറ്റ് എന്താണ്, ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു കാൽക്കുലേറ്റ് അല്ലേ. നമുക്ക് വളരെ ഈസിയാണ് കണ്ടുപിടിക്കാൻ വേണ്ടി, ഹയസ്റ്റ് വാല്യൂ ലോവസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കുക, മൈനസ് ചെയ്യാം. രണ്ടാമത്തേത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ. അതായത് ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റിയിൽ ഇപ്പോൾ പഠിക്കുന്നതാണ് എന്ത്, മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞിട്ടില്ലേ, ഇതൊരു ഭാഗമാണ്. അതേപോലെയുള്ള മറ്റൊരു ഏരിയയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയും, SQC എന്ന് ഷോർട്ടായിട്ട് പറയും. അപ്പോൾ ആ ഒരു ഏരിയയിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, റേഞ്ച് യൂസ് ചെയ്യും. ഓക്കെ, ഇനി അതിന് ഡിമെറിറ്റ് ആട്ടോ പറയണത്. ഇറ്റ് കനോട്ട് ബി, അതായത് ആദ്യത്തെ നിങ്ങൾ നോക്കണ്ട, ഇവിടെ നിന്ന് എഴുതിയാൽ മതി. ഇറ്റ് കനോട്ട് ബി കാൽക്കുലേറ്റഡ് ഫോർ ഓപ്പണൻറ്റ് ഡാറ്റ. ഓപ്പണൻറ്റ് ഡാറ്റ എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ റേഞ്ച് തന്നില്ലേ, ഈ റേഞ്ച് തരുന്നതിന് പകരം, അതായത് ഇവിടെ തന്നതിന് പകരം എന്താണ്, ഈ 20-30 തരുന്നതിന് പകരം ഞാൻ കൊടുക്കുന്നത് ബിലോ 20 എന്ന് പറയാണ്. ഇവിടെ ഞാൻ പറയാണ് എബവ് 17, ലാസ്റ്റ് വൺ എബവ് 70. അതായത് എന്താണ് മീനിങ്, 20-നേക്കാളും കുറവുള്ളത് 70-നേക്കാളും കൂടുതലുള്ളത് നാം മീൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഏറ്റവും വലിയ വാല്യൂ നമുക്ക് കണ്ടെത്താൻ പറ്റും, എബവ് 70 എന്ന് പറഞ്ഞാൽ ഏത് വേണമെങ്കിൽ വരാം. 70-നേക്കാൾ കൂടുതലുള്ള എത്രയോ നമ്പേഴ്സ് ഉണ്ടല്ലേ, ആ നമ്പേഴ്സ് ഏത് വേണമെങ്കിൽ വരാം. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ വാല്യൂ കണ്ടെത്താൻ പറ്റില്ല. എബവ് 70, അതേപോലെ ബിലോ 20 എന്ന് പറഞ്ഞാൽ 20-നേക്കാളും കുറവുള്ള കുറേ നമ്പേഴ്സ് ഇല്ലേ, അത് ഏത് നമ്പറാണെന്ന് അറിയില്ലല്ലോ. ഓക്കെ, അങ്ങനത്തെ ഇതിന് ഇൻ്റർവെല്ലിന് പറയുന്ന പേരാണ് ഓപ്പണൻറ്റ് ഡാറ്റ എന്നുള്ളത്. അതായത് കുറവാണ് കൂടുതലാണ് എത്രയെന്ന് കറക്റ്റ് പറയുന്നില്ല. ഓക്കെ, അപ്പം അങ്ങനത്തെ കേസിൽ നമുക്ക് ഒരിക്കലും എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല, റേഞ്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. അടുത്ത എന്താണ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ 2 എക്സ്ട്രീം ഐറ്റംസ് ആൻഡ് നോട്ട് ഓൺ എനി അതർ ഐറ്റം അല്ലേ. നമ്മളിതിൽ എന്തേ യൂസ് ചെയ്യുന്നുള്ളൂ, ആകെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂം ലോവസ്റ്റ് വാല്യൂ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, ബാക്കിയൊന്നും യൂസ് ചെയ്യുന്നില്ല. ബാക്കിയൊക്കെ ഒന്നും നമ്മൾ കാൽക്കുലേഷൻ യൂസ് ചെയ്യുന്നില്ലല്ലോ, അതൊരു ഡിമെറിറ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തെന്താണ്, ഇറ്റ് ഡസ് നോട്ട് ഹാവ് സാമ്പിളിംഗ് സ്റ്റെബിലിറ്റി. അതായത് ഇതിനൊരു സ്റ്റേബിളായിട്ട് നിൽക്കില്ല. അതായത് സാമ്പിൾസിന് എണ്ണം കൂടുമ്പോഴോ വലിയ വാല്യൂസ് വരുമ്പോഴോ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലേ, അല്ലെങ്കിൽ ചെറിയ വാല്യൂസ് വരുമ്പോഴോ മാറിക്കൊണ്ടിരിക്കും. ഇനി ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഫോർ സാമ്പിൾസ് ഫോർ സ്മോൾ സൈസസ് ഓൺലി. അതായത് സാമ്പിൾ സൈസ് കുറവാണെങ്കിൽ മാത്രം. അപ്പം നമ്മളൊരു 10,000 ഒക്കെ എടുത്തിട്ടാണ്, 10,000 സാമ്പിൾസ് ഉണ്ടെന്ന് വിചാരിക്കാം, അതിൻ്റെ ഹയസ്റ്റ് വാല്യൂ ലോവസ്റ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ കുറച്ച് സാമ്പിൾ സൈസ് കുറവാണ്, ഇപ്പോൾ ഒരു 10, 20, ഒരു 100 ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് ഡിമെറിറ്റ്, ഇറ്റ് കുഡ് നോട്ട് ബി മാത്തമാറ്റിക്കലി മാനിപ്പുലേറ്റഡ് ഫർദർ. അതായത് ഒരു സെറ്റ് ഓഫ് ഡാറ്റേൻ്റെ റേഞ്ച് കിട്ടി, ഇനി മറ്റൊരു സെറ്റ് ഓഫ് ഡാറ്റേന് റേഞ്ച് കിട്ടി, നമുക്കതിന് കൂട്ടിച്ചേർത്തിട്ട് രണ്ടിൻ്റെയും കൂടെ കമ്പൈൻ ആയിട്ട് റേഞ്ച് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നല്ല, നമുക്ക് വേണമെങ്കിൽ കൂട്ടിയിട്ട് പറയാം ഇത്രയാണെന്നുള്ളത്, പക്ഷെ എന്തെല്ലാം കറക്റ്റ് ആവില്ല. അപ്പം അങ്ങനത്തെ കാര്യത്തിനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നീടും മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഇതും വെച്ച് ചെയ്യാൻ പറ്റില്ല. അടുത്തത് ഇറ്റ് ഈസ് എ വെരി റെയർലി യൂസ്ഡ് മെഷർ. ഏറ്റവും കുറവായിട്ട് ഇത് യൂസ് ചെയ്യുള്ളൂ. ഇറ്റ് സ്കോപ്പ് ഈസ് ലിമിറ്റഡ് ടു വെരി ഫ്യൂ
കൺസിഡറേഷൻസ് ഇൻ ക്വാളിറ്റി കൺട്രോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, നേരത്തെ തന്നെ പറഞ്ഞു അല്ലേ, മെറിറ്റ് ആയിട്ട് പറഞ്ഞു ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഡിമെറിറ്റ് എന്താ പറയുന്നത്, അവിടെ മാത്രമേ ഇത് യൂസ് ചെയ്യുന്നുള്ളൂ. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ ആണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഏരിയയിലൊന്നും ഇത് എന്ത് ചെയ്യില്ല, അധികം യൂസ് ചെയ്യുന്നില്ല. പ്രയർലി യൂസ്ഡ് മെഷർ ആണ് എന്നുള്ളതാണ് ഒരു ഡിമെറിറ്റ്. അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഇതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും എഴുതാം. ഓക്കെ.